ചില മനുഷ്യർ വലിയ അത്ഭുതമാണ്. ഇടുക്കി മുള്ളരിക്കുടിമറ്റത്തിൽ ജോസഫ് വർഗീസിൻ്റെ ശരീരം തളർന്നുവെങ്കിലും മനസ്സിനെ തളർത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. 4 വർഷം മുമ്പ് തെങ്ങിൽ നിന്ന് വീണ് നട്ടെല്ല് തകർന്ന ജോസഫ് വർഗീസ് എന്ന കൊച്ചുമോൻ മനസാന്നിധ്യം കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കുകയാണ്. ആ കാഴ്ചകളിലേക്ക്. ഇടുക്കി മുള്ളരിക്കുടി മറ്റത്തിൽ ജോസഫ് വർഗീസ് വീൽചെയറിൽ വീടിന് താഴെ 100 അടിയോളം കിഴക്കാംതൂക്കായ സ്ഥലത്തെ ഫാമിലേക്കെത്തി കാടക്കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നു. കാടക്കോഴികളെയും കാടമുട്ടയും വിറ്റ് ഉപജീവനം നടത്തുന്നു. കാടമുട്ട വിരിയിക്കാനുള്ള ഇൻക്യുബേറ്റർ സംവിധാനങ്ങൾ, കാടഫാമിലേക്ക് ഇറങ്ങാനുള്ള ലിഫ്റ്റ്, ഇതൊക്കെ ജോസഫ് വർഗീസ് എന്ന കൊച്ചുമോൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്തതാണ്. 4 വർഷം മുമ്പാണ് കൊച്ചുമോന് അപകടമുണ്ടായത്. എല്ലാ ജോലികളും ചെയ്യുമായിരുന്ന ഈ ചെറുപ്പക്കാരൻ കോവിഡ് കാലത്ത് തെങ്ങിൽ കയറവേ കാൽവഴുതി വീണ് അപകടം സംഭവിക്കുകയായിരുന്നു. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഗുരുതരമായ അപകടാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ഇനി അസാധ്യമാണെന്ന് ഡോക്ടർമാർ വിധി എഴുതി. 1 വർഷത്തിനുള്ളിൽ കൊച്ചുമോൻ വീൽചെയറിലിരുന്ന് വഴിമുട്ടിയ തൻ്റെ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇന്ന് 1000-ഓളം കാടകളെ ഈ ചെറുപ്പക്കാരൻ പരിപാലിക്കുന്നു. കാടക്കുഞ്ഞുങ്ങളെ മുട്ട വിരിയിച്ച് വളർത്തുന്നു. മകൾ ആഗ്നസും പിതാവും സഹായത്തിനുണ്ട്. ഇതാണ് നമ്മുടെ താഴെയാണ് കാട ഫാം. നമ്മുടെ പഴയ പെര അവിടെയായിരുന്നു ഇരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫാമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും മുട്ട വിരിയിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുട്ടയും കൊണ്ടാണ് നമ്മൾ അവിടെ താഴെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇറച്ചിക്കാടയൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാടക്കോഴിയുടെയും കാടമുട്ടയുടെയും വിൽപ്പനയാണ് ഇപ്പോഴത്തെ ഉപജീവന മാർഗം. ഇൻക്യുബേറ്റർ സ്വന്തമായി രൂപകൽപ്പന ചെയ്യാനും കൊച്ചുമോൻ അറിയാം. വിധിയെ പഴിക്കാതെ ആത്മവിശ്വാസത്തോടുകൂടി ജീവിതത്തെ തിരികെ പിടിക്കുകയാണ് ഇടുക്കി മുള്ളരിക്കുടിയിലെ ഈ ചെറുപ്പക്കാരൻ. അമൃത ന്യൂസ്, ഇടുക്കി.